ഭഗവത്ഗീത സാംഖ്യയോഗത്തിലെ 39-ാമത്തെ ശ്ലോകം. ഏഷാദേ വിഗിതാ സാംഖ്യേ ബുദ്ധിർയോഗേ ത്രിമാതൃണു ബുദ്ധ്യായുക്തോ യയാ പാർത്ത കർമ്മബന്ധം പ്രകാശസി. അതായത് ഇതുവരെ ഞാൻ നിനക്ക് ഉപദേശിച്ചത് സാംഖ്യസിദ്ധാന്തമനുസരിച്ചുള്ള ജ്ഞാനമാർഗത്തെക്കുറിച്ചാണ്. ഇനി കർമ്മയോഗമനുസരിച്ചുള്ള ജ്ഞാനത്തെക്കുറിച്ച് നീ കേട്ടാലും ഈ ജ്ഞാനം കൈവരിക്കുന്നതിലൂടെ നീ എല്ലാ കർമ്മബന്ധത്തിൽ നിന്നും മുക്തനാകും എന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇതുവരെ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് ജ്ഞാനമാർഗത്തെക്കുറിച്ചാണ്. ജ്ഞാനമാർഗത്തെക്കുറിച്ച് വേണ്ടത്ര അർജുനൻ മനസ്സിലാക്കിയിട്ടില്ല എന്ന് കൃഷ്ണൻ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കർമ്മയോഗത്തെക്കുറിച്ച്, കർമ്മമാർഗത്തെക്കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ പ്രശ്നത്തിനും കാരണം അജ്ഞാനമാണ്. എല്ലാ പ്രശ്നത്തിനുമുള്ള ഒരേ ഒരു പരിഹാരം ജ്ഞാനമാണ്. ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇത്രയധികം കഷ്ടപ്പെടുന്നത്. ഇവിടെ അർജുനൻ്റെ പ്രശ്നത്തിനുള്ള പരിഹാരമായി കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത് ആത്മാവ് ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല, അത് വരികയോ പോവുകയോ ചെയ്യുന്നില്ല, അത് ഒരിക്കൽ ഉണ്ടായിട്ട് പിന്നീട് ഇല്ലാതാവുന്നില്ല എന്നൊക്കെയുള്ള ജ്ഞാനമാണ് കൃഷ്ണൻ ഇതുവരെ അർജുനനോട് പറഞ്ഞിട്ടുള്ളത്. അതിലൊന്നും വേണ്ടത്ര അർജുനൻ ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ജ്ഞാനം ഗ്രഹിക്കണമെങ്കിൽ നല്ല ബുദ്ധി വേണം. അത്ര ബുദ്ധി അർജുനന് ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് കർമ്മസിദ്ധാന്തത്തെക്കുറിച്ച് പറയാമെന്ന് കൃഷ്ണൻ ഇവിടെ അർജുനനോട് പറയുന്നത്. സനാതന ധർമ്മത്തിൽ കർമ്മസിദ്ധാന്തത്തിന് വലിയ പ്രാധാന്യമുണ്ട്. സനാതനധർമ്മത്തിൽ പറയുന്നത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് എന്നോ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണെന്നാണ്. ചെയ്ത കർമ്മങ്ങളുടെ ഫലം നമ്മൾ എന്നായാലും അനുഭവിക്കണം എന്നതാണ് കർമ്മസിദ്ധാന്തം. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് പൂർവ്വജന്മ കർമ്മങ്ങളുടെ ഫലമാണെങ്കിൽ ഇന്ന് ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം നമ്മൾ നാളെ അനുഭവിക്കേണ്ടി വരും. സനാതനധർമ്മത്തിലെ കർമ്മസിദ്ധാന്തം എന്ന് പറയുന്നത് വിധിക്കാനോ ശിക്ഷിക്കാനോ പ്രതിഫലം നൽകാനോ ഒരു ദൈവം ആകാശത്തെവിടെയോ ഇരിപ്പുണ്ടെന്നല്ല. ഈ പ്രപഞ്ചത്തിനൊട്ടാകെ ഒരു അനശ്വര നിയമമുണ്ട്. ഈ പ്രപഞ്ചത്തിലൊട്ടാകെ നിയമവും നേതാവുമായിരിക്കുന്നത് ഈശ്വരൻ തന്നെയാണ്. ഭൗതിക ജീവിതത്തിൽ നമ്മളൊരു തെറ്റ് ചെയ്താൽ അതിന് ശിക്ഷ നൽകുന്ന കോടതിയും മറ്റുമുണ്ട്. എന്നാൽ ഈശ്വരൻ്റെ കോടതി എന്ന് പറയുന്നത് അനശ്വരമായ പ്രപഞ്ച നിയമമാണ്. തീ തൊട്ടാൽ പൊള്ളും എന്നത് അതിൽ നിയമമാണ്. അതുപോലെ മരത്തിൻ്റെ മുകളിൽ കയറി അശ്രദ്ധയായി പിടിവിട്ട് കഴിഞ്ഞാൽ ഗുരുത്വാകർഷണ നിയമപ്രകാരം നമ്മൾ താഴെ വീഴും, എല്ലൊടിയും, ചിലപ്പോൾ മരണം സംഭവിക്കും. ഇങ്ങനെ ഓരോ കർമ്മത്തിനും അതിൻ്റേതായ കർമ്മഫലവുമുണ്ട്. ഇത് മനസ്സിലാക്കി വേണം ലോകത്ത് ജീവിക്കുവാൻ എന്നതാണ് കർമ്മസിദ്ധാന്തം പറയുന്നത്. ഈശ്വരനിൽ നമ്മൾ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ കർമ്മസിദ്ധാന്തത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ടി വരും. നമ്മൾക്ക് ജീവിതത്തിൽ വന്നുവിടുന്ന പല സാഹചര്യങ്ങളും നോക്കിയാൽ നമുക്കറിയില്ല ഇതിന് എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും ഉത്തരം അറിയില്ല. പക്ഷെ നമ്മൾ അതിന് ഇരയായിത്തീരുന്നു. ഒരു അപകടം വന്നു, അല്ലെങ്കിൽ ഒരു മഹാരോഗം വന്നു. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല, പക്ഷെ നമുക്കത് വന്നിരിക്കുന്നു. ഇതുപോലെ ഇതിനൊക്കെ കാരണമായിട്ട് കർമ്മസിദ്ധാന്തം പറയുന്നത് എന്നും നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണെന്നാണ്. വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ടല്ലോ, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം താൻ അനുഭവിച്ചിടുകയെന്നേ വരുമെന്ന്. ഇതുപോലെ ഇതാണ് കർമ്മസിദ്ധാന്തം പറയുന്നത്. അപ്പോൾ അർജുനൻ ഇപ്പോൾ ഇങ്ങനെ ഒരു യുദ്ധക്കളത്തിൽ എത്തിച്ചേർന്ന് ഇങ്ങനെ സ്വന്തം ബന്ധുക്കളെയൊക്കെ കൊല്ലേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ളത് ഏതോ കർമ്മത്തിൻ്റെ ഫലമായിരിക്കാം എന്നതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് കർമ്മം നമ്മൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. തനിക്ക് സുഖം വേണം എന്ന് ആഗ്രഹിച്ച് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ഇതുപോലെ മറ്റുള്ളവനും സുഖത്തിന് ആഗ്രഹമുണ്ടെന്ന് മനസ്സിലാക്കി തൻ്റെ സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവർക്ക് യാതൊരു അശാന്തിയുമില്ലാതെ ജീവിക്കാൻ നമ്മൾ നോക്കണം. മറ്റുള്ളവർക്ക് അശാന്തി ഉണ്ടാക്കുന്ന കർമ്മങ്ങൾ ചെയ്താൽ അതിൻ്റെ ഫലം തിരിച്ചു വരുമ്പോൾ നമുക്കും അശാന്തി ഉണ്ടാകും. ഇത് പ്രപഞ്ച നിയമമാണ്. ഇത്തരം നിയമങ്ങളെ നമ്മൾ മനസ്സിലാക്കി ഈ ലോകത്ത് ജീവിച്ചാൽ മാത്രമേ ഈ കർമ്മബന്ധത്തിൽ നിന്നും നമുക്ക് മുക്തരാവാൻ കഴിയുകയുള്ളൂ. നമ്മൾ തൊട്ടതിനോടും പിടിച്ചതിനോടുമൊക്കെ ബന്ധിക്കുന്നു, അതുമായി താതാത്മ്യം പ്രാപിക്കുന്നു. അങ്ങനെ നമുക്ക് ദുഃഖമുണ്ടാകുന്നു. അതുകൊണ്ട് ഒന്നിനോടും ബന്ധമില്ലാതെ ഈ ലോകത്ത് എങ്ങനെ ജീവിക്കണം എന്നിത്യാദി ജ്ഞാനങ്ങളെക്കുറിച്ചൊക്കെ പറയുവാൻ പോവുകയാണ് കൃഷ്ണൻ അർജുനനോട്. അതുപോലെ നമ്മുടെ എല്ലാ കർമ്മങ്ങൾക്കും പിന്നിൽ നിൽക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള രാഗദ്വേഷാദികളാണ്. അതിനെ നമ്മൾ വേണ്ടത്ര നിയന്ത്രിച്ചില്ലെങ്കിൽ നമുക്ക് പല ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ നേരിടേണ്ടി വരും.
ഈ വക കാര്യങ്ങളെക്കുറിച്ചെല്ലാം തുടർന്നുള്ള ശ്ലോകത്തിൽ കൃഷ്ണൻ അർജുനനോട് പറയുവാൻ പോവുകയാണ്. അതാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്.